നിങ്ങൾ വൃക്ഷം പോലെ പടരും. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 22 വാക്യം മുതൽ നഷ്ടപ്പെട്ടു പോയെന്ന് യാക്കോബ് ചിന്തിച്ച ജോസഫിനെ കണ്ടിട്ട് മക്കളെ വിളിച്ചിട്ട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, കൂടി വരുവിൻ, ഭാവി കാലം സംഭവിക്കേണ്ട കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാം. ജോസഫേ, നീ ഫലപ്രദ വൃക്ഷമാണ്, നീരൊരു ഫലപ്രദവൃക്ഷം തന്നെ. നിൻ്റെ കൊമ്പുകൾ മതിൽ പടർന്നു പോകുന്നു. ദൈവം നമുക്ക് ഭൂപരപ്പ് തന്ന തലമുറകളെല്ലാം കൊമ്പ് പടർന്ന് മതിൽ കയറിപ്പോകുന്ന പോലെ പടരാൻ തക്കവണ്ണം അത് ഒതുങ്ങേണ്ട തലമുറയല്ല, ഒരു സന്തരീക്ഷത്തിൽ നിൽക്കേണ്ട തലമുറയല്ല. ഞാൻ നിൽക്കുന്ന ഈ വൃക്ഷം എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം, 450 വർഷം പഴക്കമുള്ള വെള്ളമോ സംരക്ഷണമോ ആരും കൊടുക്കാതെ വണ്ണം അത് തനിയെ തന്നെ വളർന്ന് ഇത്രയും വർഷം ഒരു ക്ഷതം പോലും സംഭവിക്കാതെ പച്ചപ്പോടെ നിൽക്കണമെങ്കിൽ ദൈവം ജോസഫിന് വേണ്ടി കരുതിയ ഒരു കരുതൻ്റെ ഒരു നിഴൽ പോലെ ഞാനിതിൽ കാണുന്നുണ്ട്. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. പക്ഷേ തനിച്ച് ജോസഫിനെ കർത്താവ് വളർത്തി. അവനെ മിസ്രൈമിൽ അധിപതിയാക്കി മാറ്റി. അപ്പൻ മരിച്ചുവെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ജീവനോടിരിക്കുന്ന രംഗം ജോസഫിനെ കുറിച്ച് കണ്ടപ്പോൾ അത് അപ്പൻ പോലും ഞെട്ടിപ്പോയി. ഇന്ന് ഈ ബഹറിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ 450 വർഷം പഴക്കമുള്ള ഈ വൃക്ഷത്തിൻ്റെ ചുവട് നിന്നുകൊണ്ട് ഞാൻ ആ വചനത്തെ ഒന്നുകൂടി സ്ഥാപിച്ച് പറയുന്നു, ജോസഫേ, നീ ഫലവൃക്ഷമാണ്, നിൻ്റെ കൊമ്പുകൾ മതിൽ പടർന്നു പോകുന്നു. ആർക്കും തടയാൻ പറ്റാത്ത ഒരു തലത്തിൽ ദൈവം നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ നമുക്ക് തന്ന സന്തതികളെല്ലാം അതുപോലെ പടരുന്ന, വളരുന്ന, അത്ഭുതം കാണുന്ന, അധിപതിയാകുന്ന ഒരു അന്തരീക്ഷം കർത്താവ് മാറ്റുമെങ്കിൽ നമ്മുടെ സന്തതിയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. ജോസഫിനെ പോലെ നമ്മുടെ തലമുറകളും മതിൽ പടർന്ന് കയറുമെന്നും ഞാൻ ഈ വചനം കൊണ്ട് സ്ഥാപിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്.